ഹായ്, വെൽക്കം ടു ടൈനി വിൻഡോ. ടൈനി വിൻഡോ ചാനലിൽ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. കുറേ കാലം എന്ന് വെച്ചാൽ ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും വീഡിയോ ഇട്ടിട്ട്. 2 വർഷം കഴിഞ്ഞു തോന്നുന്നു. ഞാൻ തന്നെ മറന്നിട്ടുണ്ട് ആ ചാനലിനെ കുറിച്ച്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നി എന്തായാലും ഒരു വീഡിയോ ഇടണമെന്ന്. അത് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോയപ്പം എനിക്ക് മുല്ലപ്പൂ കിട്ടി. മുല്ലപ്പൂ എൻ്റെ ഫേവറേറ്റാണ്. കുറേ ആൾക്കാരെ ഫേവറേറ്റ് ആയിരിക്കില്ലേ, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും, പക്ഷേ എൻ്റെ ഫേവറേറ്റാണ്. അപ്പം മുല്ലപ്പൂ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂ ഒക്കെ വെച്ചൊരു ഫോട്ടോ എടുക്കാണ്. അങ്ങനെ വേണ്ടി ഞാൻ സാരി എടുത്തപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഓണമല്ലേ വരുന്നത്, ഓണം സാരിയൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്തിപ്പെട്ടത്. അപ്പം ഞാൻ കുറച്ച് എൻ്റെ ഓണം സാരികൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 4-5-6 സാരി അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് കാലങ്ങളായി ഓണത്തിനും വിഷുവിനും വാങ്ങിക്കുന്ന സാരികൾ അത്രയേ ഉള്ളൂ. കേരള സാരി അത്രയേ ഉള്ളൂ. ആ സാരികളെ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ കളക്ഷനൊന്നും ഇല്ല കേട്ടോ, ഒരു 4-5 സാരിയേ ഉള്ളൂ. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത് ഈ സാരി ഉടുക്കില്ല, അപ്പം പിന്നെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ. പൂവുണ്ടല്ലോ, അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇതാണ് ഫസ്റ്റ് സാരി എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഓണസാരി ആയിരുന്നു. ഓണത്തിന് ഞാൻ എടുത്ത സാരി ഇത് കോഴിക്കോട് ജയലക്ഷ്മി എന്നാണ് എടുത്തത്. ഒരു പോൾക്ക ഡോട്ട് സാരി. അതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് കിട്ടാത്തില്ല. എനിക്കിഷ്ടപ്പെട്ടത് കിട്ടിയില്ല. പിന്നെ എൻ്റെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ടത് എടുക്കാൻ പറ്റാതെ വരും. പക്ഷെ കഴിഞ്ഞ വർഷമാണ് ഈ സാരി എനിക്ക് കിട്ടിയത്. അപ്പം കഴിഞ്ഞ വർഷം ഓണത്തിന് ഇട്ട സാരിയാണിത്. ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു, അതിനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ബ്ലൗസാണ്. ഇതിൽ ഇച്ചിരി ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇതൊരു ഡാർക്ക് ഗ്രീനാണ്. ഇതിലും ഗ്രീൻ ഉണ്ട്, ഇതിലും ഗ്രീൻ ഉണ്ട്. പിന്നെ ഓണസാരിക്ക് ഇങ്ങനത്തെ സാരി നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ മാച്ചായിട്ട് പോകും. ഞാൻ പിന്നെ ഗ്രീൻ ഉള്ളതുകൊണ്ട് ഗ്രീനിൻ്റെ കൂടെ ഇട്ടു. ഇത് ആക്ച്വലി വേറൊരു സാരീൻ്റെ ബ്ലൗസായിരുന്നു, ഒരു ഇതേപോലെ ഡാർക്ക് ഗ്രീൻ സാരീൻ്റെ ബ്ലൗസ്. അപ്പം ഇങ്ങനെ ഇട്ടു. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു ലെയർ മാലയാണ്. ഇത് ഞാൻ മുമ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ലെയർ ഉണ്ട്. ഞാൻ 3 ലെയർ ഇട്ടില്ല, ഒരു ലെയർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടതാണ്. ഇതിപ്പോൾ ഒരു സിംഗിൾ ലെയറിൽ ഇട്ടാലും ഓക്കെയാണ്, സിംഗിൾ ലെയർ ആയാലും മതി. പക്ഷെ ഞാനൊരു 2 ലെയറിലിട്ടു. പിന്നെ കമ്മൽ ഒരു പഴയ ജിംക, അത് കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓണം സാരി. ഇതൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ വള. ഇതൊക്കെ കുറേ കാലം മുമ്പുള്ള കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് 2 ഉണ്ടായിരുന്നു, ഒന്ന് കാണുന്നില്ല, കുറേ വർഷമായി. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓണം സാരി, ഈ കളക്ഷൻസിൽ ഫസ്റ്റ് സാരി. ഇത് ഇഷ്ടമായോ? പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് ജ്വല്ലറി ഇടാം. പിന്നെ ഞാനിപ്പം കുറച്ച് ഹെവി ആയിട്ടുള്ളതാട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ സ്റ്റഡ് ഒരു ജിംക്കൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മാലയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സിമ്പിളായിട്ടുള്ള ജ്വല്ലറി ഹെവി ആയിട്ടുള്ളതെല്ലാം ഇതിൻ്റെ കൂടെ മാച്ചാവും. അപ്പം ഞാനിപ്പോൾ ഇതായിട്ടിരിക്കുന്നത്. അടുത്ത സാരിയിൽ വേറെ ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇട്ട് വരാം കേട്ടോ. അപ്പം ഫസ്റ്റ് സാരി ഇതാണ്. ഇഷ്ടമായോ?